Good morning children. Let's start the lesson for editing text in Writer. Previous class we have learned selecting text and selecting text with mouse, selecting with the text with a keyboard. Last class we have page number 38, 39 editing text in Writer la atrayana padichadu. Next take the new page number 40. Inserting text. Inserting എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഇടുന്നത് ഇൻസേർട്ടിംഗ് ടെക്സ്റ്റ്. ഡെലിറ്റിംഗ് ടെക്സ്റ്റ് എങ്ങനെയാണ് ഡെലിറ്റ് ചെയ്യുക? യൂസിങ് അൺടു ആൻഡ് റെഡോ ബട്ടൺസ്. എങ്ങനെയാണ് അൺടു റെഡോ ബട്ടൺസ് യൂസ് ചെയ്യുക? കോപ്പിയിങ് ആൻഡ് മൂവിങ് ടെക്സ്റ്റ്. നമ്മളൊരു സംഗതി വേറൊരു സ്ഥലത്തേക്ക് എങ്ങനെ കോപ്പി ചെയ്യുക, അതെങ്ങനെയാണ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒക്കെ പ്രാക്ടിക്കലാണ്. നിങ്ങൾ ടെക്സ്റ്റ് തറോ റീഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം. ഇൻസേർട്ടിംഗ് ടെക്സ്റ്റ് നോക്കൂ. You can insert new text in your document. To do this, follow these steps. നിങ്ങൾക്ക് ഒരു പുതിയ ഡോക്യുമെൻ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഫോളോ ദീസ് സ്റ്റെപ്സ് ആണ് നിങ്ങൾ തറോ റീഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. സ്റ്റെപ്പ് 1, പ്ലേസ് ദ കഴ്സർ ടു ദ റൈറ്റ് ഓഫ് ദ ക്യാരക്ടർ where you want to insert the text. എന്താ ചെയ്യേണ്ടത്? പ്ലേസ് ദ കഴ്സർ ടു ദ റൈറ്റ് ഓഫ് ദ ക്യാരക്ടർ where you want to. നിങ്ങൾക്ക് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ അത് സെലക്ട് ചെയ്ത് വെക്കുക. ആ പ്ലേസ് നിങ്ങൾ കണ്ടെത്തുക. സെക്കൻഡ് വൺ, സ്റ്റാർട്ട് ടൈപ്പിംഗ് ദ ന്യൂ ടെക്സ്റ്റ്. ദ എക്സിസ്റ്റിംഗ് ടെക്സ്റ്റ് വിൽ ഷിഫ്റ്റ് ടു ദ റൈറ്റ്. എന്നിട്ട് അത് ഷിഫ്റ്റ് ചെയ്ത് റൈറ്റിലേക്ക് നീക്കി വെക്കുക. താഴെ അതാ കൊടുത്തിട്ടുള്ളത് കഴ്സർ, അത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത്. അത് ഇൻസേർട്ടിംഗ് ടെക്സ്റ്റ് പ്രാക്ടിക്കലായിട്ട് അവിടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, ഡെലിറ്റിംഗ് ടെക്സ്റ്റ്. എങ്ങനെയാണ് ഡെലിറ്റ് ചെയ്യുക? എന്താ ഡെലിറ്റ് പറഞ്ഞാൽ നമുക്കറിയാം, മായ്ച്ചു കളയാം. ടു ഡെലിറ്റ് ടെക്സ്റ്റ് ഫോളോ ദീസ് സ്റ്റെപ്സ്. ഡെലിറ്റ് ചെയ്യണമെങ്കിൽ താഴെ കൊടുത്ത കാര്യങ്ങൾ ഫോളോ ചെയ്യുക. സ്റ്റെപ്പ് 1, സെലക്ട് ദ ടെക്സ്റ്റ് യു വാണ്ട് ടു ഡെലിറ്റ്. ആദ്യം നിങ്ങൾ ഡെലിറ്റ് ചെയ്യേണ്ട സംഗതി എന്താണോ അത് സെലക്ട് ചെയ്ത്. നമ്മൾ ചിലപ്പം ടൈപ്പ് ചെയ്യുമ്പോൾ ഓവർ റൈറ്റിംഗ് വരും, അല്ലെങ്കിൽ തെറ്റ് പറ്റിപ്പോൾ ചിലപ്പോൾ ഒരു പാരഗ്രാഫിനെ അടിച്ചു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത്രയും ഭാഗം നമ്മൾ മൗസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഒരു ബ്ലൂ കളറിൽ വരും. അതിനാണ് സെലക്ഷൻ എന്ന് പറയുക. അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഏത് ഭാഗമാണോ ഡെലിറ്റ് ചെയ്യേണ്ടത്, യു വാണ്ട് ടു ഡെലിറ്റ്, എവിടെയാണ് നിങ്ങൾക്ക് ഡെലിറ്റ് ചെയ്യേണ്ടത് ആ ഭാഗം പോയിട്ട് സെലക്ട് ചെയ്ത് വെക്കാം. നമ്പർ 2, പ്രസ് ദ ഡെലിറ്റ് കീ ഫ്രം ദ കീബോർഡ്. എന്നിട്ടോ കീബോർഡിലുള്ള ഡെലിറ്റ് കീ പ്രസ് ചെയ്താൽ എന്താവും? നിങ്ങൾ സെലക്ട് ചെയ്ത ഭാഗം ആ സിസ്റ്റത്തിൽ നിന്ന് അങ്ങോട്ട് പോകും. ദ സെലക്റ്റഡ് ടെക്സ്റ്റ് വിൽ ഡിസപ്പിയർ ഫ്രം ദ ഡോക്യുമെൻറ്റ്. നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റിൽ നിന്ന് അത് ഡിസപ്പിയർ ആവും, അത് അപ്രത്യക്ഷമാവും, അത് കാണാതെ ആവും. ദാറ്റ് ഈസ് ഡെലിറ്റ്. ദ ഡെലിറ്റ് കീ ഡെലിറ്റ്സ് text to the right of the cursor. Press delete key again to delete the next character and so on. You can also use the backspace key to delete text from a document. It deletes the text to the left of the cursor. Right of the cursor ആണ് delete ഉപയോഗിക്കുക. back of the cursor ആണ് backspace delete ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, യൂസിങ് undo and redo buttons. അതിൽ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഒന്ന് പഠിച്ചു വെക്കുക. പ്രസ് Ctrl+Z ആണ് അൺഡു. അത് വൺ വേർഡ് ആൻസർ വരാൻ സാധ്യതയുണ്ട്. പ്രസ് Ctrl+Y ആണ് റെഡോ. പ്രസ് Ctrl+Z അടിച്ചാൽ അൺഡു ആയിത്തീരും. അൺഡു എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇത് തിരിച്ചെടുക്കാൻ നമ്മൾ അൺഡു ഉപയോഗിക്കാം. പ്രസ് Ctrl+Y ടു റെഡോ. The undo and redo buttons are present on the standard toolbar. Standard toolbarൽ മുകളിൽ നമുക്ക് undo and redo buttons കാണാൻ സാധിക്കും. The undo button is used to cancel the last action done in the document. Last action document എന്താ നമ്മൾ ചെയ്ത് വെച്ചാൽ അതൊന്നും കൂടെ കാണാനാണ് നമ്മൾ undo യൂസ് ചെയ്യുന്നത്. The redo button is used to cancel the action of the undo button. നമ്മളത് undo ബട്ടൺ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റെഡോ യൂസ് ചെയ്യുന്നത്. താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ദ അൺടു ആൻഡ് റെഡോ ബട്ടൺസ്. ഇങ്ങനെയുള്ള ഏരോ അൺടു ആണ്, ഇപ്പുറത്തേക്കുള്ള ഏരോ എന്താണ്? റെഡോ ആണ്. അത് ടെക്സ്റ്റ് നോക്കി മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ്, കോപ്പിയിങ് ആൻഡ് മൂവിങ് ടെക്സ്റ്റ്. കോപ്പി ചെയ്യുക, ഒന്നിലേക്ക് കോപ്പി എന്താണ്? പകർത്തി എഴുതാം. റൈറ്റർ അലൗസ് യു ടു കോപ്പി ദ ടെക്സ്റ്റ് ദാറ്റ് ഈസ് ഓൾറെഡി there in your document and paste it to the other areas of the document. നമ്മൾ എഴുതി ഇപ്പോൾ അടിച്ചിങ്ങനെ പോയി. അപ്പോൾ ഈ പാരഗ്രാഫ് ഇവിടെ അല്ല വേണ്ടത്, ഇപ്പുറത്തേക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പിയിങ് മൂവിങ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നത്. ദ കോപ്പി ആൻഡ് പേസ്റ്റ് ബട്ടൺസ് ആർ യൂസ് ഫോർ കോപ്പിയിങ് ടെക്സ്റ്റ് ടു അനദർ ലൊക്കേഷൻ. ടു ഡു ദീസ് ഫോളോ ദീസ് സ്റ്റെപ്പ്. വേറൊരു ലൊക്കേഷൻ, വേറൊരു ഭാഗത്തേക്ക് നമ്മൾ അടിച്ചു പോകേണ്ട പാരഗ്രാഫൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടെക്സ്റ്റിലൊക്കെ ചെയ്തു പോകുമ്പോൾ ചിലപ്പം തെറ്റിപ്പോവും. അപ്പോൾ നമുക്ക് ആ ഭാഗം സെലക്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് കോപ്പി ചെയ്യാം. ഫോളോ ദീസ് സ്റ്റെപ്സ് നോക്കൂ. സ്റ്റെപ്പ് 1,
സെലക്ട് ദ ടെക്സ്റ്റ് ദാറ്റ് യു വിഷ് ടു കോപ്പി. നിങ്ങൾ ഏതാണ് കോപ്പി ചെയ്യേണ്ടത് ആദ്യം സെലക്ട് ചെയ്ത് വെക്കുക. അവിടെ മൗസ് ഉപയോഗിച്ചിട്ട് ഏത് വരെ നോക്കുമ്പോൾ ബ്ലൂ കളറിൽ ഇങ്ങനെ കാണും. അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിക്ക് ഓൺ ദ കോപ്പി ബട്ടൺ ഓൺ ദ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ ആരുണ്ട്? കോപ്പി ബട്ടൺ ഉണ്ട്. കണ്ടോ? കോപ്പി എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ പേജ് കാണിക്കുന്നതാണ് കോപ്പി ബട്ടൺ. നൗ ക്ലിക്ക് ഇൻ ദ ഡോക്യുമെൻറ്റ് ആർ വേർ യു വിഷ് ടു പേസ്റ്റ് ദ ടെക്സ്റ്റ്. അവിടെ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടെയാണ് അത് പേസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഭാഗം നമ്മൾ സെലക്ട് ചെയ്യാം. ക്ലിക്ക് ഓൺ ദ പേസ്റ്റ് ബട്ടൺ ഓൺ ദ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. അവിടെ എന്തുണ്ട്? പേസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ പേസ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ദ കോപ്പി ടെക്സ്റ്റ് വിൽ ബി പ്ലേസ്ഡ് അറ്റ് ദ ന്യൂ ലൊക്കേഷൻ. പുതിയ ലൊക്കേഷനിലേക്ക് അത് മാറ്റി വെക്കാം. ഇറ്റ് വിൽ ബി ഡിസ്പ്ലേഡ് അറ്റ് ദ ഏർലിയർ ലൊക്കേഷൻ. നമ്മൾ താഴെ കൊടുത്തത് നോക്കൂ. ആദ്യം എന്താണ്? ഹിസ് പീപ്പിൾ ഹാഡ് ഹിസ് സ്റ്റാച്യു മെയ്ഡ്. അവിടെ നിന്ന് തൊട്ട് നോക്കുക. അത് എവിടെയാണ് വേണ്ടത്? ആ ഒരു പാരഗ്രാഫിൻ്റെ താഴെയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം അവിടെ സെലക്ഷൻ ചെയ്തു. ഏത് ഭാഗത്തേക്കാണ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. അതിനെയാണ് കോപ്പിയിങ് പേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ അടിച്ചു പോകുമ്പോൾ തെറ്റിയാലും നമുക്ക് മായ്ക്കാനോ കീറിക്കളയൊന്നും നിൽക്കണ്ട. കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാൻ സാധിക്കും? കോപ്പി മൂവിങ് ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ടേക്ക് ദ പേജ് നമ്പർ 42 ടു മൂവ് ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു അനദർ ലൊക്കേഷൻ ഫോർ ദ സ്റ്റെപ്സ്. ഇനി അത് മൂവ് ചെയ്യാം, വേറൊരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കും. ക്ലിക്ക് ഓൺ ദ കട്ട് ബട്ടൺ ഓൺ ദ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. കട്ട് എന്താ? ഒരു കത്രികേൻ്റെ സിസേഴ്സിൻ്റെ പിക്ചർ കാണാം. അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ഇൻ ദ ഡോക്യുമെൻറ്റ് ഏരിയ വേർ യു വിഷ് ടു പേസ്റ്റ് ദ ടെക്സ്റ്റ്. എവിടെയാണ്? വേർ യു വാണ്ട്. നിങ്ങൾക്ക് എവിടെയാണ് ആവശ്യം പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ഓൺ ദ പേസ്റ്റ് ബട്ടൺ ഓൺ ദ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ പോയിട്ട് പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ദ നെക്സ്റ്റ് വിൽ നൗ ബി പ്ലേസ്ഡ് അറ്റ് ദ ന്യൂ ലൊക്കേഷൻ. അപ്പോൾ എന്താവും? ഒരു പുതിയ ലൊക്കേഷനിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തത് കോപ്പി ചെയ്തിട്ട് വരും. ഇറ്റ് വിൽ ബി റിമൂവ്ഡ് ഫ്രം ഇറ്റ്സ് ഏർലിയർ ലൊക്കേഷൻ. കീബോർഡ് ഷോർട്ട് കട്ട്സ് നോക്കൂ. പ്രസ് Ctrl+C ടു കോപ്പി ദ ടെക്സ്റ്റ്. സി വരുന്നത് പ്രസ് Ctrl+C എന്താണ്? കോപ്പി. പ്രസ് Ctrl+X കട്ട് പ്ലസ് Ctrl+V പേസ്റ്റ്. വി എന്ന് വരുന്നത് Ctrl+C കോപ്പിയാണ്, Ctrl+X കട്ടാണ്, Ctrl+V പേസ്റ്റ് ആണ്. അപ്പോൾ അത്രയും വരെ നിങ്ങളൊന്ന് ടെക്സ്റ്റ് തറോ റീഡ് ചെയ്യുക. ലെസൺ 4 എഡിറ്റിംഗ് ടെക്സ്റ്റ് ഇൻ റൈറ്റർ. സെലക്ടിംഗ് ടെക്സ്റ്റ് വിത്ത് എ മൗസ്, സെലക്ടിംഗ് ടെക്സ്റ്റ് വിത്ത് എ കീബോർഡ്. സെലക്ട് എന്താണ്, മൗസ് ആക്ഷൻ എന്താണെന്നുള്ളത് ബോക്സിലുള്ളത് ഞാൻ നിങ്ങളോട് നോട്ടിലേക്ക് എഴുതിയിട്ട് ആക്ഷൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ചെയ്യേണ്ടത് ഇൻസേർട്ടിംഗ് ടെക്സ്റ്റ്, ഡെലിറ്റിംഗ് ടെക്സ്റ്റ്, അൺഡു ആൻഡ് റിഡോ യൂസിങ് ബട്ടൺ എങ്ങനെ യൂസ് ചെയ്യുക, കോപ്പിയിങ് ആൻഡ് മൂവിങ് ടെക്സ്റ്റ് ആണ് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് തറോ റീഡ് ചെയ്തിട്ട് ഇതാക്കുക. കീബോർഡ് ഷോർട്ട് കട്ട്സ് 2 സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 41 പേജ് നമ്പർ 42 അതൊന്ന് ടെക്സ്റ്റിലേക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതാം. Ctrl+C കോപ്പി ടെക്സ്റ്റ്, Ctrl+X കട്ട്, Ctrl+V പേസ്റ്റ്, Ctrl+Z അൺഡു, Ctrl+Y റെഡോ. നമുക്ക് സാധാരണ അത് ക്ലാസ്സിൽ മാച്ച് ദ ഫോളോയിങ്ങിന് വരാറുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്തു വെക്കുക. താങ്ക് യു.